നമസ്കാരം, ഞാൻ കിളിയൂർ അജിത്ത്. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് അമരവിള എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ, കൊല്ലയിൽ പഞ്ചായത്തുകളിലും നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് അമരവിള. അമരവിള എന്ന സ്ഥലനാമം എങ്ങനെ സിദ്ധിച്ചു എന്ന് ആദ്യം പരിശോധിക്കാം. അമരേശ്വരൻ വക അമരസ്വം ഭൂമിയാണ് അമരവിള എന്ന സ്ഥലനാമത്തിൽ അറിയപ്പെടുന്നത്. ധനുവച്ചപുരം റോഡിൽ താന്നിമൂട് കവലയിൽ നിന്നും അല്പം വടക്ക് മാറി ദേവേശ്വരം എന്ന ക്ഷേത്രവട്ടത്തിൽ അമരേശ്വരൻ കുടികൊള്ളുന്നു. ഒരു പുരാതന ശിവക്ഷേത്രം. അമരവിള ഒരു പഴയകാല ജനവാസ സങ്കേതമാണ്. നെയ്യാറിനോട് ചേർന്നുള്ള അമരവിളയുടെ ഒരു ഭാഗം മുമ്പ് കല്ലുമാത്തുറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. LMS മിഷണറിയായ ചാൾസ് മീഡ് 1830 ലണ്ടനിലേക്ക് അയച്ച ഒരു കത്തിൽ കല്ലുമാത്തുറയിൽ ഒരു സ്കൂൾ മുറി നിർമ്മിച്ചെന്നും അതിന് ഭരണകൂടത്തിൻ്റെ അനുമതി ലഭിച്ചെന്നും സൂചിപ്പിക്കുന്നുണ്ട്. മാടവിള, കരിമ്പൽ, താന്നിക്കാവിള, അമ്മോട്ടുകോണം, മുണ്ടോമല, താന്നിമൂട് തുടങ്ങിയ പരിസര സ്ഥലനാമങ്ങൾ ഇവിടെ നിലനിന്നിരുന്ന ദ്രാവിഡ സംസ്കാരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബ്രാഹ്മണ തെരുവുകളും ചാലിയ തെരുവുകളും വാണിയ തെരുവുകളുമൊക്കെയുള്ള അമരവിളയിൽ ഏതാണ്ട് 200 വർഷം മുമ്പ് വലിയ തോതിൽ നാടാർ കുടിയേറ്റമുണ്ടായി. മയിലാടി, നെയ്യൂർ, ഉള്ളുവെട്ടി പ്രദേശങ്ങളിൽ നിന്നാണ് നാടാർ വിഭാഗം എത്തിയത്. അധ്വാനശീലരായ ഇവർ എത്തിയതോടെയാണ് അമരവിളയിലെ കാർഷിക രംഗം കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടത്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൽ നിന്നും സ്നാനം സ്വീകരിച്ച ഏതാനും കത്തോലിക്കക്കാർ AD 1600കളിൽ അമരവിളയിൽ താമസമാക്കി. AD 1755 ആദ്യത്തെ കത്തോലിക്ക ദേവാലയം ഇവിടെ സ്ഥാപിതമായി. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ മിഷണറി വില്യം തോബിയാസ് റിങ്കിൾ ടോബേയിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച മയിലാടി സ്വദേശികളായ കുറേ പേർ 1807 അമരവിളയിൽ കുടിയേറി കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടു. ഉള്ളുവെട്ടി സ്വദേശി മല്ലനും ചാർച്ചക്കാരുമാണ് ആദ്യമെത്തിയത്. ഇവർ പുല്ലാമൂല, താമരവിള ഭാഗങ്ങളിൽ താമസമുറപ്പിച്ചു. 1810 സുസംഘടിതമായ സഭ കല്ലുമാത്തുറയിൽ സ്ഥാപിക്കപ്പെട്ടു. 1862 ആദ്യത്തെ LP സ്കൂൾ അമരവിളയിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി സ്ഥാപിച്ചു. അതിനു മുമ്പ് ഈ നാട്ടിൽ അക്ഷരവെളിച്ചം പകർന്നിരുന്നത് തിരുനാരായണപുരത്തും തൃക്കണ്ണാപുരത്തും പ്രവർത്തിച്ചിരുന്ന കുടിപ്പള്ളിക്കൂടങ്ങളായിരുന്നു. ഒരു കാലത്ത് മലയാള ഭാഷയുടെ തെക്കേ അതിർത്തി ഇന്നത്തെ അമരവിള പാലമായിരുന്നു. അതിന് തെക്കോട്ടുള്ള സംസാര ഭാഷ തമിഴായിരുന്നു. അതായത് ഏതാണ്ട് 100 വർഷം മുമ്പ് വരെ അമരവിള പ്രദേശത്തും തമിഴ് ഭാഷയിലായിരുന്നു ആളുകൾ ആശയവിനിമയം നടത്തിയിരുന്നത്. നെയ്യാറിലെ കടത്തു താണ്ടിയാലേ ഒരു കാലത്ത് തെക്കർക്ക് നെയ്യാറ്റിൻകരയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പിന്നീട് പാലക്കടവിൽ ഒരു കൽപ്പാലം നിർമ്മിച്ചു. 1817 വെള്ളപ്പൊക്കത്തിൽ കൽപ്പാലം തകർന്നു. 1829 അധികാരത്തിലെത്തിയ സോതി തിരുനാൾ മഹാരാജാവാണ് അമരവിളയിൽ പാലം പണിക്ക് തുടക്കമിട്ടത്. ഉത്തരം തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് 3 കമാനമുള്ള പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. കരമന പാലത്തിൻ്റെ മാതൃകയിൽ ഏതാണ്ട് 20,000 പണം ചെലവിട്ടാണ് പാലം നിർമ്മിച്ചത്. ലഫ്റ്റനൻറ്റ് ഹോഴ്സിലിയാണ് അമരവിള പാലത്തിൻ്റെ ശില്പി. സാമുവൽ മെറ്റീർ എന്ന മിഷണറി രചിച്ച് 1883 ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകത്തിൽ അമരവിള ഗണപതി കോവിലിനെക്കുറിച്ച് പരാമർശം കാണാം. തിരുവിതാംകൂറിൽ അസാധാരണമായതും വക്രാകൃതിയിൽ മേൽക്കൂരയുള്ളതുമായ കൗതുകകരമായ ഗണപതി ക്ഷേത്രം എന്നാണ് പരാമർശം. കൊല്ലവർഷം 810 കണിയാങ്കുളം പോരിനെ ആസ്പദമാക്കി രചിക്കപ്പെട്ട ഇരവിക്കുട്ടിപ്പിള്ള പോര് എന്ന തെക്കൻ പാട്ടിൽ ചെക്കാലക്കാളിയുടെ യാത്ര വിവരിക്കുന്ന ഭാഗത്ത് അമരവിള ഗണപതി കോവിലിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. തൃക്കണ്ണാപുരം മഹാവിഷ്ണു ക്ഷേത്രം, നീറകത്തല ദേവീക്ഷേത്രം എന്നിവയാണ് അമരവിളയിലെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങൾ. തൃക്കണ്ണാപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാദേവനും തുല്യ പ്രാധാന്യമുണ്ട്. ശൈവ വൈഷ്ണവ സംഘർഷത്തെ തുടർന്ന് വൈഷ്ണവാധിപത്യത്തിലായ നെയ്യാർ തടത്തിലെ ക്ഷേത്രങ്ങളിലൊന്നാണിത്.
മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് ചില മുസ്ലിം കുടുംബങ്ങൾ അമരവിളയിലെത്തുന്നത്. 1758 കൃഷിയും വാണിജ്യവും അഭിവൃദ്ധിപ്പെടുത്താൻ വിപുലമായ ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. വിഴിഞ്ഞം തുറമുഖം വഴിയുള്ള കയറ്റുമതി ത്വരിതപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി ദിവാൻ രാജാ കേശവദാസൻ കാർഷിക സങ്കേതങ്ങളിലെല്ലാം കമ്പോള സൗകര്യമൊരുക്കി. ഇക്കാലത്താണ് കൂടുതൽ മുസ്ലിങ്ങൾ അമരവിളയിലേക്ക് കുടിയേറിയത്. ഇവരുടെ കുടിയേറ്റം അമരവിളയുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് അനുഗ്രഹമായി മാറുകയായിരുന്നു. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.